നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 50 വർഷത്തേക്ക് അദാനി എന്റർപ്രൈസസിന് പാട്ടത്തിന് നൽകാനുള്ള പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗമാണ് തിരുവനന്തപുരം ഉൾപ്പെടെ 3 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. ഈ 3 വിമാനത്താവളങ്ങളും അദാനി ഗ്രൂപ്പിനാണ് ലഭിച്ചിരിക്കുന്നത് പോലും. അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തിന് പുറമെ തിരുവനന്തപുരം എയർപോർട്ടും സ്വന്തമാക്കുന്നതിലൂടെ തലസ്ഥാന നഗരത്തിൽ അദാനി ഗ്രൂപ്പ് പിടിമുറുക്കിയിരിക്കുകയാണ് എന്നതിൽ സംശയമില്ല. അതേസമയം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. കേരളത്തിന്റെ പ്രതിഷേധവും വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണത്തെ കുറിച്ചായിരിക്കാം. രാജ്യത്തെ 3 വിമാനത്താവളങ്ങളാണ് അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിന് പാട്ടത്തിന് നൽകാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. 50 വർഷത്തേക്കാണ് പാട്ടത്തിന്റെ കാലയളവ് പോലും. തിരുവനന്തപുരത്തിന് പുറമെ ജയ്പൂർ, ഗുവാഹത്തി എന്നിവയുടെ നടത്തിപ്പാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ അദാനി ഗ്രൂപ്പിന് കൈമാറുന്നത്. എയർപോർട്ട് അതോറിറ്റി നടത്തിയ ലേലത്തിൽ വിജയിച്ചവർ എന്ന നിലയ്ക്കാണ് വിമാനത്താവളങ്ങൾ അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നതെന്നും നടപടി സുതാര്യമാണെന്നുമായിരുന്നു മന്ത്രിസഭാ തീരുമാനം. ഇത് വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞതും ഇപ്രകാരം തന്നെ. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അഥവാ പൊതു സ്വകാര്യ പങ്കാളിത്തമാണ് PPP എന്ന് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 3 വിമാനത്താവളങ്ങളും അദാനി ഗ്രൂപ്പിന് കൈമാറുന്നത് PPP-യിലൂടെയാണ്. കൂടുതലായും ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിലാണ് സർക്കാരുകൾ പൊതു സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുന്നത്. ഹൈവേ, എയർപോർട്ട്, പാലങ്ങൾ, ടണലുകൾ എന്നിവയുടെ നിർമ്മാണവും നടത്തിപ്പിലുമാണിത്. സ്വകാര്യ മേഖലയുടെ നിക്ഷേപത്തിലൂടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 3 വിമാനത്താവളങ്ങൾ കൂടി പാട്ടത്തിന് നൽകുന്നെന്ന പ്രസ്താവനയോടൊപ്പം വിമാനത്താവളങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടിയാണിതെന്നാണ് സർക്കാർ പറയുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വരുമാനം കൂട്ടാനും വിമാനത്താവളങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താനുമാണ് സ്വകാര്യവൽക്കരണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. നേരത്തെ ഇത്തരത്തിൽ നടത്തിയ പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നുവെന്നും യാത്രക്കാർക്ക് കാര്യക്ഷമവും ഗുണമേന്മയുമുള്ളതുമായ സേവനങ്ങൾ എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും സർക്കാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയുമാണ്. അതേസമയം AAIയുടെ വരുമാന വർധനവും രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളുടെ വികസനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത്തരം നീക്കങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. 1932 കേരള ഫ്ലൈയിംഗ് ക്ലബിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം വിമാനത്താവളം സ്ഥാപിതമാകുന്നത്. എന്നാൽ കൊല്ലം ആ ശ്രമത്തിലായിരുന്നു ഈ വിമാനത്താവളം. 1935 തിരുവനന്തപുരത്തേക്ക് വിമാനത്താവളം മാറ്റി സ്ഥാപിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. 1991 ജനുവരി 1 തിരുവനന്തപുരം വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിച്ചു. തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിനും നടത്തിപ്പിനുമായി അദാനി ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ കമ്പനി രൂപീകരിച്ചിരുന്നു. തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിലും നടത്തിപ്പിലും പങ്കാളിത്തം പ്രതീക്ഷിച്ച് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു സംസ്ഥാന സർക്കാരും കമ്പനി രൂപീകരിച്ചിരുന്നത്. തിരുവനന്തപുരം പദ്ധതിയിൽ നിന്ന് അദാനിയെ ഒഴിവാക്കണമെന്ന് കഴിഞ്ഞ വർഷം ജൂണിൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരുന്നതുമാണ്. എന്നാൽ കേന്ദ്രം ഇത് പരിഗണിച്ചു പോലുമില്ല. എന്നാൽ തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായ നിലപാടാണ് തുടക്കം മുതൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അദാനി ഗ്രൂപ്പിന്റെ വിമാനത്താവളം കൈമാറുമെന്ന ഘട്ടത്തിൽ നിയമ പോരാട്ടത്തിനും സർക്കാർ തയ്യാറായി. സംസ്ഥാനം വിമാനത്താവളം ഏറ്റെടുത്ത് നടത്തുമെന്ന നിലപാടാണ് ഇപ്പോഴും സർക്കാരിൻ്റെത്. സംസ്ഥാനത്തെ പ്രതിപക്ഷവും വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതിനെതിരെയാണ്. വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് വിടാനുള്ള തീരുമാനത്തിന് പിന്നാലെ തന്നെ ഈ നടപടിയുമായി സഹകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തു. വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കത്തോട് സംസ്ഥാന സർക്കാർ സഹകരിക്കില്ലെന്ന് കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. പദ്ധതി നടത്തിപ്പിന് സർക്കാർ പിന്തുണ നൽകിയില്ല. കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യം പോലും കണക്കിലെടുക്കാതെയാണെന്നും ഇത് പുനഃപരിശോധിക്കണമെന്നും സർക്കാർ കത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ മുഖ്യ പങ്കാളിയായ കമ്പനിക്ക് വിമാനത്താവള നടത്തിപ്പ് നൽകണമെന്ന് പലതവണ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 2003 ഇക്കാര്യത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഉറപ്പു നൽകിയതുമാണ്. അങ്ങനെ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് എന്തെങ്കിലും ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകളും പ്രവർത്തനങ്ങളും പരിഗണിച്ച ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിരുന്നു. ഇത് താങ്കളും നേരിട്ട് എനിക്ക് ഉറപ്പു തന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.